ബോബി ചെമ്മണ്ണൂരിന്റെ ജാമ്യാപേക്ഷയുമായി ബന്ധപ്പെട്ട് അഭിഭാഷകരെ വീണ്ടും വിളിപ്പിച്ച് ഹൈക്കോടതി. ജസ്റ്റിസ് പി.വി. കുഞ്ഞികൃഷ്ണന്റേതാണ് സ്വമേധയായുള്ള നടപടി. ജാമ്യം നൽകിയതിന് പിന്നാലെയുള്ള സംഭവ വികാസങ്ങളുടെ പശ്ചാത്തലത്തിലാണ് കോടതി നടപടി. വിവരങ്ങളുമായി ലീഗൽ കറസ്പോണ്ടന്റ് ഷബ്ന സിയാദാണ് ചേരുന്നത്. ഷബ്ന, ജാമ്യം ലഭിച്ചെങ്കിലും കോടതിയിൽ നിന്നും ജയിലിൽ നിന്നും ഇറങ്ങാനായി ബോബി ചെമ്മണ്ണൂർ വിസമ്മതിച്ചിരുന്നു. അതിനു പിന്നാലെയാണ് ഇപ്പോൾ ഇങ്ങനെ ഒരു നടപടി ഉണ്ടായിരിക്കുന്നത്. എന്താകും ഇതിന്റെ ബാക്കി നടപടികൾ? സ്വാതി, ഹൈക്കോടതിയിൽ നിന്ന് ഇപ്പോൾ ഉണ്ടായിട്ടുള്ളത് അസാധാരണമായ ഒരു നടപടിയാണ്. കാരണം ഇന്നലെയാണ് ബോബി ചെമ്മണ്ണൂരിന് ജാമ്യം നൽകിയിരുന്നത്. ജാമ്യം നൽകിയ ശേഷം ജാമ്യ വ്യവസ്ഥകൾ പാലിച്ച് ഇന്നലെ തന്നെ പുറത്തിറങ്ങാവുന്ന, ജയിൽ മോചിതനാകാവുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. 2 ആൾ ജാമ്യവും 50,000 രൂപയുടെ ബോണ്ടും അടക്കമുള്ള ഉപാധികളാണ് വെച്ചിരുന്നത്. അത്തരത്തിലുള്ള ഉപാധികൾ പൂർത്തീകരിക്കുന്നതിന് വലിയ കാലതാമസം ഉണ്ടായിരുന്നില്ല. ഇന്നലെ കോടതി രാവിലെ ജാമ്യം അനുവദിച്ച് ഉച്ചയോടുകൂടി ജാമ്യ ഉത്തരവ് അപ്ലോഡ് ചെയ്യാം എന്ന് വ്യക്തമാക്കുകയും അതനുസരിച്ച് കോടതി കൃത്യസമയത്ത് തന്നെ ഈ ഉത്തരവ് നൽകുകയും അഭിഭാഷകർ കൈപ്പറ്റി ജയിലിലെത്തിക്കുകയും ചെയ്തു. എന്നാൽ ബോബി ചെമ്മണ്ണൂർ ഇന്നലെ പുറത്തിറങ്ങാൻ തയ്യാറായില്ല. ജയിലിൽ കഴിയുന്ന ആളുകളോട് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച്, അതായത് ജാമ്യ വ്യവസ്ഥകൾ പാലിക്കാൻ പറ്റാതെ ജാമ്യം ലഭിച്ചിട്ടും ജയിലിൽ തുടരേണ്ടി വരുന്ന ആളുകളോട് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് താൻ ഇന്ന് ജയിൽ മോചിതനാകുന്നില്ല എന്നതായിരുന്നു ബോബി ചെമ്മണ്ണൂരിന്റെ തീരുമാനം. ഇതനുസരിച്ച് ഇന്നലെ ജയിലിൽ നിന്ന് പുറത്തിറങ്ങിയില്ല. അതിനുശേഷം അഭിഭാഷകർ മടങ്ങുകയും ചെയ്തിരുന്നു. ഇന്നിപ്പോൾ കോടതി ഏതായാലും ഈ വിഷയം സ്വമേധയാ പരിഗണിക്കാൻ തീരുമാനിച്ചിരിക്കുന്നു. ജസ്റ്റിസ് പി.വി. കുഞ്ഞികൃഷ്ണനാണ് ഇന്നലെ കർശനമായ ഉപാധികൾ വെച്ച്, അല്ലെങ്കിൽ രൂക്ഷമായ വിമർശനങ്ങൾ നടത്തി ബോബി ചെമ്മണ്ണൂരിന് ജാമ്യം നൽകിയിരുന്നത്. ഇന്നിപ്പോൾ കോടതി വ്യക്തമാക്കിയിട്ടുള്ളത് അഭിഭാഷകരോട് കോടതിയിൽ ഹാജരാകണം എന്നാണ്. കാരണം ഇന്നലെ വൈകിട്ടുണ്ടായ സംഭവ വികാസങ്ങളുടെ അടിസ്ഥാനത്തിൽ കോടതി സ്വമേധയാ ഇത് പരിഗണിക്കുകയാണ്. ഇന്നിപ്പോൾ ഏതായാലും സ്വമേധയാ ഈ കേസ് എടുക്കും. വീണ്ടും കേസെടുത്ത് എന്താണ് സംഭവിച്ചത് എന്നത് സംബന്ധിച്ച് അഭിഭാഷകരോട് ആരായുകയും അത് സംബന്ധിച്ചുള്ള ഏതെങ്കിലും തരത്തിലുള്ള തീരുമാനം ഉണ്ടാകുകയും ചെയ്യും. അതോടൊപ്പം തന്നെ അഭിഭാഷകർ തന്നെ ഇന്നലെ കോടതിയിൽ വ്യക്തമാക്കിയിരുന്നത് ഇനി മേലിൽ ഇത്തരത്തിലുള്ള പരാമർശങ്ങളോ നടപടികളോ ബോബി ചെമ്മണ്ണൂരിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകില്ല എന്നായിരുന്നു. ബോബി ചെമ്മണ്ണൂരിന് വേണ്ടി മുതിർന്ന അഭിഭാഷകനായ അഡ്വക്കേറ്റ് ബി രാമൻപിള്ളയായിരുന്നു ഹാജരായത്. അദ്ദേഹം തന്നെ കോടതിക്ക് ഉറപ്പ് കൊടുക്കുകയും കോടതി ആ ഉറപ്പ് രേഖപ്പെടുത്തുകയും ചെയ്തിരുന്നു. അതിനുശേഷമാണ് കോടതി ജാമ്യം അനുവദിച്ചിരുന്നത്. എന്നാൽ ജാമ്യം അനുവദിച്ച ശേഷം ഇന്നലെ ജയിൽ മോചിതനാകാനുള്ള സാഹചര്യം ഉണ്ടായിട്ടും അത്തരത്തിൽ ജയിൽ മോചിതനായില്ല. അതോടൊപ്പം തന്നെ മജിസ്ട്രേറ്റ് കോടതി ജാമ്യം തള്ളിയതിന് തൊട്ട് പിന്നാലെ തന്നെ ഹൈക്കോടതിയിൽ ഈ കേസ് അടിയന്തരമായി പരിഗണിക്കണം, തന്റെ കക്ഷി നിരപരാധിയാണ്, ജയിലിൽ തുടരുകയാണ്, അത്തരത്തിലുള്ള കാര്യവുമായി ബോബി ചെമ്മണ്ണൂർ ഹൈക്കോടതിയെ സമീപിക്കുകയും അഭിഭാഷകർ അത്തരത്തിൽ വാദം നടത്തുകയും ചെയ്തിരുന്നു. സാധാരണഗതിയിൽ ഹൈക്കോടതിയിൽ ജാമ്യാപേക്ഷ എത്തിയിട്ടുണ്ടെങ്കിൽ കുറച്ച് ദിവസങ്ങൾ എടുക്കാറുണ്ട്. പക്ഷെ കോടതി ഇത് വളരെ പെട്ടെന്ന് തന്നെ ഈ ജാമ്യാപേക്ഷ തീർപ്പാക്കുകയും ഇന്നലെ വാദം കേട്ട് ഇന്നലെ തന്നെ വിധി പറയുകയും ചെയ്തതാണ്. എന്നിട്ടും ജയിൽ മോചിതനാകാത്ത സാഹചര്യത്തിലാണ് ഇപ്പോൾ സ്വമേധയാ ഈ കേസ് വീണ്ടും പരിഗണിക്കാൻ ജസ്റ്റിസ് പി.വി. കുഞ്ഞികൃഷ്ണൻ തീരുമാനിച്ചത്. ശരി ഷബ്ന, അസാധാരണമായ നടപടിയാണ് കോടതിയുടെ ഭാഗത്തു നിന്നും ഇക്കാര്യത്തിൽ ഉണ്ടായിരിക്കുന്നത്. ഷബ്ന, ഇന്നിപ്പോൾ വീണ്ടും ബോബി ചെമ്മണ്ണൂർ പുറത്തേക്ക് ഇറങ്ങുന്ന കാര്യത്തിൽ ഒരു അനിശ്ചിതത്വം ഉണ്ടല്ലോ. ഇന്ന് ബോബി ചെമ്മണ്ണൂർ പുറത്തേക്ക് ഇറങ്ങുമോ? ഈ ഒരു നടപടി അതിനെ ഏത് രീതിയിലായിരിക്കും ബാധിക്കുക? ബോബി ചെമ്മണ്ണൂർ ജാമ്യാപേക്ഷയുമായി ബന്ധപ്പെട്ട അഭിഭാഷകരെ വീണ്ടും വിളിപ്പിച്ചിരിക്കുകയാണ് ഹൈക്കോടതി. ജസ്റ്റിസ് പി.വി. കുഞ്ഞികൃഷ്ണന്റേതാണ് സ്വമേധയായുള്ള നടപടി. ജാമ്യം നൽകിയതിന് പിന്നാലെയുള്ള സംഭവ വികാസങ്ങളുടെ പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ കോടതിയുടെ നടപടി ഉണ്ടായിരിക്കുന്നത്. വളരെ അസാധാരണമായിട്ടുള്ള ഒരു നടപടിയാണ്. ഇന്നലെ കോടതി ജാമ്യം അനുവദിച്ചുവെങ്കിലും ജാമ്യ വ്യവസ്ഥകളെല്ലാം പാലിച്ച് ബോബി ചെമ്മണ്ണൂരിന് പുറത്തിറങ്ങാമായിരുന്നു. എന്നാൽ പുറത്തിറങ്ങാതെ ബോബി ചെമ്മണ്ണൂർ ജയിലിൽ തന്നെ കഴിയാൻ തീരുമാനിക്കുകയായിരുന്നു. അതിന് പിന്നാലെയാണ് ഇപ്പോൾ ഇത്തരത്തിലൊരു നടപടിയുമായി, അസാധാരണ നടപടിയുമായി കോടതി എത്തിയിരിക്കുന്നത്. ഷബ്ന, ഇന്ന് ബോബി ചെമ്മണ്ണൂർ ഇറങ്ങാൻ സാധ്യതയുണ്ടോ? അതിലെന്തെങ്കിലും തീരുമാനമായോ? ഈ നടപടി ഏതു രീതിയിലാണ് അതിനെ ബാധിക്കുക? ഇന്ന് ബോബി ചെമ്മണ്ണൂർ പുറത്തിറങ്ങാം എന്ന തീരുമാനത്തിലായിരുന്നു. ഇന്ന് ഉച്ചയോടുകൂടി പുറത്തിറങ്ങും എന്നായിരുന്നു നമുക്ക് നേരത്തെ മനസ്സിലാക്കാൻ സാധിച്ചത്. ഏതായാലും ഹൈക്കോടതി ഇപ്പോൾ ഇത്തരത്തിലുള്ള ഒരു അസാധാരണമായ നീക്കത്തിലേക്ക് വന്നിരിക്കുന്നു. കാരണം ഇന്നലെ പുറത്തിറങ്ങേണ്ടത് ആയിരുന്നു. അതിനുശേഷം ഇത്തരം സാഹചര്യം ഉണ്ടാക്കുകയും ജയിൽ മോചിതനാകാതിരിക്കുകയും സ്വമേധയാ തന്നെ ജയിലിൽ കിടക്കുകയും ചെയ്ത സാഹചര്യത്തിലാണ് ഇപ്പോൾ കോടതി ഇടപെടുന്നത്. ഇനിയിപ്പോൾ കോടതി ഏത് തരത്തിലാണ് ഇത്തരത്തിലൊരു നീക്കം നടത്തുന്നത്, അല്ലെങ്കിൽ
കോടതി എന്താണ് പറയുന്നത് എന്ന് പരിഗണിച്ചുകൂടി മാത്രമായിരിക്കും ഇനിയിപ്പോൾ ജയിൽ മോചിതനാകാൻ സാധിക്കുക. ഈ ജ്വല്ലറി ഉദ്ഘാടന വേളയിൽ മുഖ്യാതിഥിയായപ്പോൾ എത്തിയപ്പോൾ ഹണി റോസിനെ അപമാനിച്ചു എന്നതടക്കമുള്ള കുറ്റമായിരുന്നു ചുമത്തിയിരുന്നത്. അതിനുശേഷം ഈ ഹണി റോസിന്റെ പരാതിയിൽ തന്നെ ഈ കേസ് രജിസ്റ്റർ ചെയ്യുകയും പിന്നീട് ജാമ്യത്തിനായി മജിസ്ട്രേറ്റ് കോടതിയിലും ഉടൻ തന്നെ ഹൈക്കോടതിയിലും സമീപിച്ചെങ്കിലും ആദ്യം മജിസ്ട്രേറ്റ് കോടതി ജാമ്യാപേക്ഷ തള്ളി. ഹൈക്കോടതി ഇന്നലെ ജാമ്യം അനുവദിച്ചു. സാധാരണ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ സാധാരണഗതിയിൽ നിന്ന് വ്യത്യസ്തമായി വളരെ ഫാസ്റ്റായി അല്ലെങ്കിൽ വളരെ സ്പീഡിലാണ് ഈ ജാമ്യാപേക്ഷയിൽ വിധി പറഞ്ഞത് അടക്കമുള്ള കാര്യങ്ങൾ. ഇന്നലെ വാദം കേട്ടു. ഇന്നലെ വൈകിട്ടോടുകൂടി ഉത്തരവും കൊടുത്തു. അതിനുശേഷവും ഈ ഉത്തരവ് കൈപ്പറ്റി അതിൽ ജാമ്യ വ്യവസ്ഥകൾ എന്ന് പറയുന്നത് ഈ 2 ആൾജാമ്യം, അതോടൊപ്പം തന്നെ 50,000 രൂപയുടെ ഈ സെക്യൂരിറ്റി കെട്ടണം എന്നത്, മറ്റൊന്ന് ആവശ്യപ്പെടുമ്പോൾ അന്വേഷണ ഉദ്യോഗസ്ഥർ മുമ്പാകെ ഹാജരാകണം, അന്വേഷണവുമായി സഹകരിക്കണം, സാക്ഷികളെ സ്വാധീനിക്കരുത്, സാധാരണ ഉപാധികൾ അതായത് ഈ ഭീഷണിപ്പെടുത്തരുത്, കേസിനെ ബാധിക്കുന്ന നടപടി ഉണ്ടാകരുത്, സമാനമായ കുറ്റകൃത്യം ആവർത്തിക്കരുത് തുടങ്ങി പാലിക്കാൻ പറ്റുന്ന അല്ലെങ്കിൽ എളുപ്പത്തിൽ പാലിക്കാൻ പറ്റുന്ന ഉപാധികളായിരുന്നു ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ഈ 50,000 രൂപയുടെ ജാമ്യ ബോണ്ട് ഈ 2 ആൾജാമ്യവും നൽകിയാൽ ഇന്നലെ തന്നെ പുറത്തിറങ്ങാവുന്ന സാഹചര്യം ബോബി ചെമ്മണ്ണൂരിനുണ്ടായിരുന്നു. അതിനുള്ള സമയവും ഹൈക്കോടതി കൊടുത്തിരുന്നു. കാരണം വൈകിട്ട് 4 മണിയോട് കൂടി തന്നെ ഇതിന്റെ ഉത്തരവ് അഭിഭാഷകർക്ക് ലഭിച്ചിരുന്നു. പിന്നീട് തൊട്ടടുത്ത് കാക്കനാട് ജയിലിലാണ് ബോബി ചെമ്മണ്ണൂരുള്ളത്. ഈ മജിസ്ട്രേറ്റ് കോടതിയിലാണ് ഈ ജാമ്യ വ്യവസ്ഥകൾ പൂർത്തീകരിക്കുന്നത്. ഈ കോടതികൾ തമ്മിൽ വലിയ ദൂരമില്ല. അതുകൊണ്ട് തന്നെ ഹൈക്കോടതിയിൽ നിന്ന് ഇറങ്ങിയാൽ പെട്ടെന്ന് തന്നെ മജിസ്ട്രേറ്റ് കോടതിയിൽ ഈ ജാമ്യ വ്യവസ്ഥകൾ പൂർത്തീകരിക്കാനുള്ള നടപടി പറ്റും. അതിനുശേഷം കാക്കനാട് എത്തി ഈ ജയിൽ മോചിതനാകാനുള്ള സമയവും ഉണ്ടായിരുന്നു. എന്നാൽ അത്തരം സമയം ഒന്നും അത് വിനിയോഗിക്കാതെ, അത്തരം അവസരം വിനിയോഗിക്കാതെയാണ് ഈ ജയിലിൽ കിടക്കുന്ന തടവ് പുള്ളികളോട് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് താൻ ജയിൽ മോചിതനാകുന്നില്ല എന്ന് ബോബി ചെമ്മണ്ണൂർ പ്രഖ്യാപിക്കുകയും അതിനെ തുടർന്ന് അഭിഭാഷകർ തിരിച്ചു പോവുകയും ചെയ്തു. ഇന്നിപ്പോൾ ജയിൽ അധികൃതരുടെ തീരുമാനം ഇന്നും ജയിൽ മോചിതനാകാതെ ഈ രീതിയിൽ ജയിലിൽ തന്നെ കിടക്കാൻ തീരുമാനിക്കുകയാണെങ്കിൽ അത് ജയിൽ DGPയെ അറിയിക്കാനായിരുന്നു ജയിൽ അധികൃതരുടെ തീരുമാനം. ഇതിനിടെയാണ് ഇപ്പോൾ മാധ്യമ വാർത്തകൾ ഇന്നലെ മുതൽ മാധ്യമ വാർത്തകളെ ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്നാണ് ഇപ്പോൾ ജസ്റ്റിസ് PV കുഞ്ഞികൃഷ്ണൻ സ്വമേധയാ തന്നെ ഈ കേസ് വീണ്ടും എടുക്കാമെന്ന് തീരുമാനിക്കുകയും അഭിഭാഷകരോട് അഡ്വക്കേറ്റ് B രാമൻപിള്ള അടക്കമുള്ള അഭിഭാഷകരോട് കോടതിയിൽ ഇന്ന് വീണ്ടും എത്താൻ ആവശ്യപ്പെടുകയും ചെയ്തിട്ടുള്ളത്. ശരി ഷബ്ന, ബോബി ചെമ്മണ്ണൂരിന്റെ ജാമ്യത്തിൽ അഭിഭാഷകരെ വീണ്ടും വിളിപ്പിച്ചിരിക്കുകയാണ് ഹൈക്കോടതിയിൽ. ആ വിവരങ്ങളാണ് ഷബ്ന നൽകിയത്.